നിങ്ങളുടെ കുഞ്ഞ് ആദ്യമായി നഴ്സറി അല്ലെങ്കിൽ LKGയിലേക്ക് പോകാൻ പോവുകയാണോ? എങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. കാരണം മിക്ക മാതാപിതാക്കളും അറിയാതെ ചെയ്യുന്ന ചില ചെറിയ തെറ്റുകൾ കുഞ്ഞിൻ്റെ മനസ്സിൽ സ്കൂളിനെക്കുറിച്ചുള്ള ഭയം സൃഷ്ടിക്കാം. പക്ഷേ ഈ വീഡിയോയിൽ പറയുന്ന 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആദ്യ സ്കൂൾ ദിനം കുഞ്ഞിനും മാതാപിതാക്കൾക്കും സന്തോഷകരമാകും. സോ വെൽക്കം ടു മൈ ചാനൽ ഗോൾഡൻ തോട്ട്സ്. ഒന്നാമതായി, കുഞ്ഞിനെ മാനസികമായി തയ്യാറാക്കുക. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കുഞ്ഞിനെ മാനസികമായി തയ്യാറാക്കുക എന്നത്. മാതാപിതാക്കളിൽ നിന്നും ആദ്യമായി കുറേ നേരം പിരിഞ്ഞിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ കരയും, അവർക്ക് പേടി അനുഭവപ്പെടും. അത് സാധാരണമാണ്. അതുകൊണ്ട് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പേ സ്കൂളിനെക്കുറിച്ചും പുതിയ കൂട്ടുകാരെക്കുറിച്ചും സ്നേഹത്തോടെ പറഞ്ഞു തുടങ്ങുക. അവരുടെ മനസ്സിലേക്ക് പതിയെ സ്കൂളിൽ പോവുക എന്നത് ഒരു നല്ല അനുഭവമാക്കി മാറ്റണം. അവരുടെ ഭാഷയിൽ വിശദീകരിച്ചു കൊടുക്കണം. അവിടെ പുതിയ കൂട്ടുകാരുണ്ടാകും, ടീച്ചർ ഒരുപാട് കഥകൾ പറഞ്ഞു തരും, ഒരുപാട് കളിക്കാൻ പറ്റും എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് അവരുടെ മനസ്സിൽ സ്കൂൾ ഒരു നല്ല സ്ഥലമാക്കി മാറ്റണം. ഒരിക്കലും സ്കൂൾ എന്ന് പറഞ്ഞ് കുഞ്ഞിൻ്റെ മനസ്സിൽ ഭയമുണ്ടാക്കരുത്. ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറില്ലേ, കുട്ടികൾ വാശി കാണിക്കുമ്പോൾ സ്കൂളിൽ കൊണ്ടു ചെന്നാക്കും എന്നൊക്കെ. ഇത്തരത്തിലുള്ള വാക്കുകൾ കുഞ്ഞിൻ്റെ മനസ്സിൽ സ്കൂളിനെക്കുറിച്ച് നെഗറ്റീവ് ചിന്ത ഉണ്ടാക്കും. രണ്ടാമതായി, മാതാപിതാക്കളെ വേർപിരിയാനുള്ള ഭയം. പല കുഞ്ഞുങ്ങളും ആദ്യ ദിവസങ്ങളിൽ കരയും. ഇത് കണ്ടാൽ പല മാതാപിതാക്കളും വിഷമിക്കും. പക്ഷേ ഒരു കാര്യം ഓർക്കണം, അത് സ്വാഭാവികമാണ്. കുഞ്ഞുങ്ങൾ ഇതുവരെ മാതാപിതാക്കളോടൊപ്പം മാത്രമായിരുന്നു. ഇപ്പോൾ പുതിയ ആളുകളും പുതിയ സ്ഥലവുമാണ്. അവർക്ക് സമയം കൊടുക്കണം. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ അവർ സ്കൂളുമായി പൊരുത്തപ്പെടും. ഈ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങൾ കരയുമ്പോൾ നമ്മൾ വിഷമിക്കാതെ അവരെ സ്കൂളുമായി കൂടുതൽ അടുപ്പിച്ച് അവരുടെ പേടി മാറ്റിയെടുക്കണം. മൂന്നാമതായി, ചെറിയ കുറച്ചു കാര്യങ്ങൾ കുഞ്ഞിനെ പഠിപ്പിക്കുക. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് കുഞ്ഞിനെ ചില ചെറിയ കാര്യങ്ങൾ പഠിപ്പിക്കണം. സ്വന്തം പേര് പറയാൻ പഠിപ്പിക്കുക, അമ്മയുടെയും അച്ഛൻ്റെയും പേര് പഠിപ്പിക്കുക, ബാഗ് തുറക്കാനും വാട്ടർ ബോട്ടിൽ നിന്നും വെള്ളം കുടിക്കാനും ടോയ്ലറ്റിൽ പോകേണ്ടി വന്നാൽ എങ്ങനെ പറയണമെന്നും ഇവരെ പഠിപ്പിച്ചിരിക്കണം. ഇവ ചെറിയ കാര്യങ്ങൾ പോലെ തോന്നാം, പക്ഷേ ഇത് കുഞ്ഞിൻ്റെ ആത്മവിശ്വാസം ഉറപ്പായും വർദ്ധിപ്പിക്കും. നാലാമതായി, മറ്റു കുട്ടികളുമായി കുഞ്ഞിനെ താരതമ്യം ചെയ്യരുത്. ഒരു വലിയ തെറ്റ് എല്ലാ മാതാപിതാക്കളും ചെയ്യാറുണ്ട്. കുഞ്ഞുങ്ങളോട് പറയും, നിന്റെ കൂട്ടുകാരനെ നോക്ക്, അവൻ കരയുന്നില്ല, അവനെല്ലാം പഠിച്ചു. ഇങ്ങനെ അവരെ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യരുത്. ഓരോ കുഞ്ഞിനും വളർച്ചയുടെ രീതിയും സമയവും അവരുടെ ഇമോഷൻസും വ്യത്യസ്തമാണ്. ചില കുട്ടികൾ പെട്ടെന്ന് സുഹൃത്തുക്കളെ കണ്ടെത്തും. ചിലർക്ക് സ്കൂളുമായി പൊരുത്തപ്പെടാനും സുഹൃത്തുക്കളെ കണ്ടെത്താനും സമയം വേണ്ടിവരും. അതുകൊണ്ട് കുഞ്ഞിനെ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യാതെ അവരുടെ ചെറിയ പുരോഗതിയിൽ പോലും അവരെ പ്രശംസിക്കുക. അഞ്ചാമതായി, കുഞ്ഞുങ്ങളുടെ സന്തോഷമാണ് പ്രധാനം. ഓർക്കുക, നഴ്സറി അല്ലെങ്കിൽ LKG എന്നത് മാർക്ക് വാങ്ങാനുള്ള സ്ഥലമല്ല. അത് കുഞ്ഞ് ലോകത്തെ മനസ്സിലാക്കാൻ തുടങ്ങുന്ന ഒരു യാത്രയുടെ ആരംഭമാണ്. അവിടെ അവർ പഠിക്കുന്നത് അക്ഷരങ്ങൾ മാത്രമല്ല, സുഹൃത്തുക്കളെ ഉണ്ടാക്കാനും പങ്കിടാനും മറ്റുള്ളവരോട് സംസാരിക്കാനും ആത്മവിശ്വാസം നേടാനുമാണ്. അതുകൊണ്ട് അവർ എന്തു പഠിച്ചു എന്ന് അവരോട് ചോദിക്കുന്നതിന് പകരം അവർക്ക് അവിടെ സന്തോഷമാണോ, പുതിയ കൂട്ടുകാരെ കിട്ടിയോ എന്നുള്ള ചോദ്യങ്ങളായിരിക്കും കൂടുതൽ നല്ലത്. അവസാനമായി ഒരു കാര്യം പറയാം. കുഞ്ഞ് ആദ്യമായി സ്കൂളിലേക്ക് പോകുന്നത് അവരുടെ ജീവിതത്തിലെ ഒരു പുതിയ തുടക്കമാണ്. ആ അറിവിൻ്റെ യാത്ര തുടക്കത്തിലെ മനോഹരമാക്കേണ്ടത് നമ്മൾ മാതാപിതാക്കളാണ്. ഓർക്കുക, ക്ഷമ കാണിക്കുക, സ്നേഹം നൽകുക, അവരെ വിശ്വസിക്കുക. കാരണം ഇന്ന് കരഞ്ഞ് സ്കൂളിലേക്ക് പോകുന്ന കുട്ടി നാളെ സന്തോഷത്തോടെ ഓടിപ്പോകും. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി പറയാനും ഷെയർ ചെയ്യാനും ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.